അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പാഠശാലയുടെ ആദ്യ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമതായി വിശുദ്ധ ഖുർആനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഭാഷയാണല്ലോ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള മാധ്യമം, അല്ലെങ്കിൽ അതിനുള്ള മാർഗം ഭാഷയാണ് നമുക്കറിയാം. ഭാഷ ഒരു മഹാത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ ഭാഷയെ ദൈവികമായ അനുഗ്രഹമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലമഹുൽ ബയാൻ, ആശയവിനിമയ സംവിധാനം അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഭാഷയുടെ ഉത്ഭവം? ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യ സൃഷ്ടിപ്പിനോട് അനുബന്ധിച്ച് തന്നെ ആശയവിനിമയ സംവിധാനവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഭാഷ എന്ന് പറയുമ്പോൾ പൊതുവെ നാം കരുതുന്നത് ഒന്നുകിൽ ശബ്ദം അല്ലെങ്കിൽ എഴുത്ത്, വാച അല്ലെങ്കിൽ വരയിലൂടെ, വരയും വാചയുമുള്ള ആശയവിനിമയ രീതിയാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ആംഗ്യ ഭാഷയുണ്ട്. അതിന് ശബ്ദമില്ല, വരയില്ല, ആംഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആശയം വിനിമയം ചെയ്യുവാനുള്ള മാർഗം എന്നാണ് ഭാഷയെക്കുറിച്ച് നാം പൊതുവെ മനസ്സിലാക്കുന്നത്. ഭാഷയുടെ വികാസത്തെക്കുറിച്ച് പൊതുവെ പറഞ്ഞു വരാറുള്ള രീതി നമുക്കറിയാം. മനുഷ്യന്റെ പ്രാചീന കാലഘട്ടത്തിലെ ജീവിത രീതിയും അവിടെ നിന്ന് നാഗരിക വികാസത്തിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഭാഷാ രംഗത്തും പുരോഗതി അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഹാവാസികളായിരുന്നപ്പോൾ ഗുഹാലിഖിതങ്ങളിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചു. പിന്നീട് അത് ലിപിയായി, അക്ഷരങ്ങളായി, വാക്കുകളായി, അങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളുള്ള ഭാഷകൾ രൂപപ്പെട്ടു വന്നു. ഒരുപക്ഷെ അക്ഷരങ്ങളും ശബ്ദവും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും മനുഷ്യന് പൊതുവെ പറയാനുള്ളത് ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ആശയവിനിമയ മാർഗമായിട്ട് ഭാഷ മാറി എന്ന് കാണും. അതിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എല്ലാ ഭാഷയിലും നിശ്ചിതമായ അക്ഷരങ്ങളേ ഉള്ളൂ. നമുക്കറിയാം, നിശ്ചിതമായ അക്ഷരങ്ങളേ ഉള്ളൂ. ആ അക്ഷരങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും എഴുതിയിട്ട് തികച്ചും വ്യത്യസ്തമായ ആശയങ്ങൾ രൂപപ്പെടുന്നു. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണത്. അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28 അക്ഷരം. ഓർമ്മിക്കാൻ എളുപ്പത്തിന് പറയാം. ഇംഗ്ലീഷിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഉടൻ നമ്മൾ പറയും 26. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ 2 അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത് എന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് 28 അക്ഷരങ്ങളിലൂടെയാണ്. വെറും 28 അക്ഷരങ്ങൾ മാത്രം തിരിച്ചും മറിച്ചും സംവിധാനിച്ചിട്ട് അതിലൂടെയാണ് ദൈവിക ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന അതിമഹത്തായ ഒരു ആശയവിനിമയ മാർഗമായിട്ട് മാറുകയാണ്. ഇതേപോലെ തന്നെയാണ് അക്കങ്ങളും. നമുക്കറിയാം, 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളും പിന്നെ ഒരു 0, അല്ലെ? ഈ അക്കങ്ങൾ കൊണ്ട് മാത്രമാണ് നാം കോടിക്കണക്കിന് സംഖ്യകൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു ദൃഷ്ടാന്തവും അനുഗ്രഹവും കാരുണ്യവുമാണ് എന്നാണ് ഒന്നാമതായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്. പിന്നെ നമുക്ക് അറബി ഭാഷയിലേക്ക് വരാം. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അറബി ഭാഷ സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് നമുക്കറിയാം. പൊതുവെ ഉച്ചാരണ രീതി, അതുപോലെ അക്ഷരങ്ങളുടെ ശൈലി, അതിലൊക്കെ ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിത രീതിയും അവിടുത്തെ ഭൂമിശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരിക്കും. സംസ്കാരവുമായിട്ട് പോലും ബന്ധമുണ്ടാവാം എന്നാണല്ലോ പറയാം. അറബി ഭാഷയിലെ ശബ്ദത്തിന്, അതിന്റെ ഉച്ചാരണ ശൈലിക്കൊക്കെ വല്ലാത്ത വ്യത്യാസമുണ്ട്. നമ്മുടെ മലയാളവുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഉച്ചാരണ രീതിയും അതുപോലെ ശബ്ദവും ഒക്കെയാണ് അറബി ഭാഷയിലുള്ളത് എന്ന് കാണാൻ കഴിയും.
ഒരുപക്ഷെ അതിന്റെ ആകൃതിയിലും അതേപോലെ എഴുതുന്ന രീതിയിൽ വരെ ആ വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ദൈവികമായ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വേദഗ്രന്ഥമായിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്. അത് അതിന്റെ അക്ഷരങ്ങളിൽ പോലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ ഭാഷകൾ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്. പക്ഷെ അറബി ഭാഷ തികച്ചും വ്യത്യസ്തമായി ഒഴുക്കിനെതിരെ എന്ന ശൈലിയിൽ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് തന്നെ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം തികച്ചും വ്യത്യസ്തമാണ്. അതും ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥാപരമായ വ്യത്യാസങ്ങളൊക്കെ അതിൽ സ്വാധീനിക്കുന്നുണ്ടായിരിക്കണം. നമ്മുടെ മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരി കമല സുറയ്യ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അറബി ഭാഷ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അറബി ഭാഷയിൽ ഖ ഒക്കെ ഉണ്ടല്ലോ, ഖ ഒരു ശബ്ദമാണ്. അതിനെക്കുറിച്ച് അവർ പറയാണ്, മരുഭൂമിയാണല്ലോ, അറേബ്യ മരുഭൂമിയാണ്. അവിടെ നിരന്തരം മണൽക്കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തൊണ്ടയില് മണല് പറ്റിയിട്ട് ഖ എന്ന് അവരിങ്ങനെ അത് പുറത്തു കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ നിന്നായിരിക്കാം ആ സ്വരം ഉണ്ടായത് എന്നവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ഉച്ചാരണം തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ലുഗത്തുൽ ലാദ് എന്ന അറബി ഭാഷയെ കുറിച്ച് പറയാറുണ്ട്. ലാദ് എന്ന അക്ഷരം, ലാ എന്ന ശബ്ദം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഭാഷ തന്നെ ലാദിന്റെ ഭാഷ എന്ന നിലക്ക് ഭാഷാ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ അറബി ഭാഷയെക്കുറിച്ച് അറബി ഭാഷയുടെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് അത് ഉമ്മുൽ ലുഗാത്താണ്, ഭാഷകളുടെ മാതാവ് എന്നൊരു വിശേഷണം അറബി ഭാഷയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മക്കയെ ഉമ്മുൽ ഖുറ എന്നാണല്ലോ പറയുന്നത്. നാടുകളുടെ അല്ലെങ്കിൽ നാഗരികതകളുടെ മാതാവാണ് മക്ക. എല്ലാ നാഗരികതകളുടെയും കളിത്തൊട്ടിൽ എന്ന് പറയാം. മനുഷ്യ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് മക്ക എന്ന നിലക്ക് തന്നെ മക്കയെ കുറിച്ച് ഖുർആനിലൊരു പ്രയോഗമുണ്ട്, ഉമ്മുൽ ഖുറ. അതുമായി ബന്ധിപ്പിച്ച് ഉമ്മുൽ ലുഗാത്ത്, ഭാഷകളുടെ മാതാവ് അറബി ഭാഷയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഭാഷയാണ് അറബി എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമുക്കിനി അറബി ഭാഷയിലെ അക്ഷരങ്ങളെ പരിചയപ്പെടാം. ഹുറൂഫ്, ഹർഫ് എന്നാണ് അക്ഷരത്തിന് പറയാം. ഹുറൂഫ് അക്ഷരങ്ങൾ. ഹിജാ എന്ന് പറഞ്ഞാൽ മാല എന്നാണ് വാക്കിന്റെ അർത്ഥം. പരസ്പരം കൂട്ടിച്ചേർത്ത് കൊരുത്ത് കോർത്തെടുത്തത് എന്നുള്ള അർത്ഥമാണ് ഹിജാ. ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് എന്ന് പറയുന്നില്ലേ, അതേപോലെ മലയാളത്തിൽ അക്ഷരമാല എന്ന് പറയും. അത് തന്നെയാണ് ഹുറൂഫുൽ ഹിജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞു. അറബി ഭാഷ എഴുതി തുടങ്ങുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എന്ന് പറഞ്ഞു. നമുക്ക് അക്ഷരങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കും. ഒന്നാമത്തെ അക്ഷരം അലിഫാണ്. ഒന്നാമത്തെ അക്ഷരം അലിഫ്. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര മാത്രമാണ് അലിഫ്. എന്നാൽ ഇംഗ്ലീഷിൽ ഐ എഴുതും പോലെ നേരെ കുത്തനെ വരക്കുക എന്ന രീതിയല്ല, ചെറിയ ഒരു വളവ് ആ വരയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും നേർത്ത് വരുന്ന രൂപത്തിലാണ് പൊതുവെ അലിഫ് എഴുതുന്നത്. അലിഫ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന് ശബ്ദം ഉണ്ടാകുന്നത് ഒന്നുകിൽ മറ്റു അക്ഷരങ്ങൾ ദീർഘിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിന് മുകളിൽ വേറെ ഹംസ് എന്ന ഒരു അക്ഷരം ചേർക്കുമ്പോൾ മാത്രമാണ് അതിന് ശബ്ദം ഉണ്ടാവുള്ളൂ. അലിഫ് ഒന്നാമത്തെ അക്ഷരം. രണ്ടാമത്തെ അക്ഷരം ബ. ബ എന്ന അക്ഷരമാണ് രണ്ടാമത്തേത്. ഇതേപോലെ തന്നെയാണ് 3 അക്ഷരങ്ങൾ ഇനി തുടർന്ന് വരാൻ പോകുന്നത്. 2 അക്ഷരങ്ങൾ കൂടി. ബ, ഇതേപോലെ ത, സ. അലിഫ്, ബ, ത, സ. ഇത് ഓർക്കാൻ എളുപ്പത്തിന് ഒന്നാമത്തേതിന് 1 പുള്ളി, രണ്ടാമത്തേതിന് 2 പുള്ളികൾ,
മൂന്നാമത്തേതിന് 3 പുള്ളികൾ എന്ന് ഓർത്താൽ മതി. സ, ബ, ത, സ. ഏതാണ്ട് അധിക അക്ഷരങ്ങളും ഏതാണ്ട് പകുതിയോളം അക്ഷരങ്ങൾ ഈ ശൈലിയിലാണ് വരുന്നത്. ഈ രൂപം ഓർമ്മിച്ചു വെച്ചാൽ ഇതിൽ വരുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളാണ് ഓരോ അക്ഷരങ്ങളുടേതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അലിഫ്, ബ, ത, സ. അതേപോലെ അക്ഷരങ്ങൾ വരയോട് ചേർത്താണ് പൊതുവെ എഴുതുക. എഴുത്തിന് പല കാലിഗ്രാഫിക് സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ പ്രാഥമികമായിട്ട് വളരെ ബേസിക് ആയിട്ട് പറയുമ്പോൾ അക്ഷരങ്ങളെല്ലാം വരയോട് ചേർന്ന്, ഇംഗ്ലീഷിലും പിന്നെ അക്ഷരങ്ങൾ മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് എഴുതാറുണ്ടല്ലോ, അതേപോലെ ഒരു വരയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന രീതിയാണ് അറബി ഭാഷയിൽ പൊതുവെ ഉള്ളത്. അപ്പൊ അലിഫ്, ബ, ത, സ. ഇനി വരാൻ പോകുന്ന അക്ഷരങ്ങൾ 3 അക്ഷരങ്ങൾ ഒരേ ഷേപ്പുള്ള അക്ഷരങ്ങളാണ്, ഒരേ രൂപമാണ്. അതില് പുള്ളിയുടെ വ്യത്യാസം മാത്രമാണ് കാണാൻ കഴിയുള്ളൂ. ജീം, ഹ, ഹ. ഇങ്ങനെ 3 അക്ഷരങ്ങളാണ്. എഴുതി നോക്കാം. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്നത്. അതിങ്ങനെ വരയുടെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ വരക്കാം. എന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വരക്കാണ് ചെയ്യാം. മൂന്നും ഒരേ ഷേപ്പാണ്, ഒരേ രൂപത്തിൽ തന്നെയാണ് അക്ഷരങ്ങൾ. ഒന്നാമത്തേതിന് അകത്ത് പുള്ളിയിടണം, രണ്ടാമത്തേതിന് പുള്ളി ഇല്ല, മൂന്നാമത്തേതിന് മുകളിലാണ് പുള്ളി, മൂന്നാമത്തേതിന് മുകളിൽ. ഒന്നാമത്തെ അക്ഷരം ജീം എന്ന് വിളിക്കും. ജീം. ഇത് ഹ, ഇത് ഹ. ജീം, ഹ, ഹ. ഇങ്ങനെയാണ് അതിന്റെ ശബ്ദം. ഇംഗ്ലീഷിൽ ഏതാണ്ട് ജെ എന്ന് പറയാം. ഹിന് ഇംഗ്ലീഷിലും സമാന ശബ്ദമില്ല. ഹ, ഹ എന്ന ശൈലിയിലാണ് ഉച്ചരിക്കേണ്ടത്. മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ ഹ എന്ന ശബ്ദമാണ്. കുറച്ചുകൂടി തൊണ്ടയിൽ നിന്ന് ഹ എന്ന് കുറച്ച് കനപ്പിച്ച് പറയുന്ന രീതിയാണ് ആ അക്ഷരം. അപ്പൊ ജീം, ഹ, ഹ. ഇത് എച്ച്. എച്ചിന് മുകളിൽ ഒരു ചെറിയൊരു അടയാളം കൊടുക്കാം. ഹ. ഇത് ഹ. ഏതാണ്ട് കെ എച്ച് എന്ന് പറയാം. ഹ എന്ന ശബ്ദമാണ് വരിക. ഇപ്പൊ അറബി ഭാഷാ പഠനം വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാവും. ഈ ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെ ബ, ത, സ. ഇതിൽ ബ പഠിച്ചാൽ മതി. അക്ഷരത്തിന്റെ ഷേപ്പ്, ആ രൂപം ബായിലുണ്ട്. പിന്നെ തായും സാവും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അതിന്റെ കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ഒരക്ഷരം പഠിച്ചാൽ 2 ഫ്രീ ആണ്. അതേപോലെ ജീം, ഹ, ഹ. ഇവയിൽ ഒരു രൂപം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുള്ളൂ. പിന്നെയുള്ളത് പുള്ളിയുടെ വ്യത്യാസങ്ങൾ മാത്രമാണ്. അപ്പോൾ 1 പഠിച്ചാൽ 2 ഫ്രീ ആണ്. അപ്പൊ മൊത്തം 28 അക്ഷരങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏതാണ്ട് 14 രൂപങ്ങൾ മാത്രമായിരിക്കും. ബാക്കി പുള്ളിയുടെ വ്യത്യാസങ്ങൾ മാത്രമാണ്. അപ്പോൾ അറബി ഭാഷ പഠനം വളരെ എളുപ്പമായൊരു കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇത് മനസ്സിലേക്ക് നന്നായിട്ട് രൂപപ്പെട്ട് വരണമെങ്കിൽ നിരന്തരമായിട്ട് എഴുതണം. നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പിന്നെ എഴുതിയിട്ട് പരിശീലിക്കണം. അപ്പോഴാണ് നമ്മുടെ കൈ അതിനനുസരിച്ച് വഴങ്ങുള്ളൂ. അതേപോലെ മനസ്സിൽ അത് ശരിക്കും ഫീഡ് ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഘടനയാണ് അറബി അക്ഷരമാലയ്ക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയുള്ള ഈ പരിശ്രമം എളുപ്പമാക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയാണ് നാം ഈ പരിശ്രമം നടത്തുന്നത് എന്നതിനാൽ തീർച്ചയായും ഇതിനു വേണ്ടിയിട്ട് നാം ചെലവഴിക്കുന്ന സമയവും അധ്വാനവും ഒക്കെ ഈ മാർഗത്തിലുള്ള ഇബാദത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ പരിശ്രമം ഒരു ഇബാദത്തായി സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.